നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിന് പരിഹാരം കാണിപ്പോൾ ഈ സ്ട്രെച്ച് കഞ്ഞിപ്പുരം മൂടാൽ ഏകദേശം 37 കിലോമീറ്ററാണുള്ളത്. ആ 37 കിലോമീറ്ററിൻ്റെ 87% ഇപ്പോൾ ഏറെക്കുറെ പൂർത്തി. നിയർലി 87% വി ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാകും എന്നാണ് പൊതുവെ കാണുന്നത്. വേനലവധി തുടങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന നിലവിൽ വലിയ മാറ്റം ഉണ്ടാകും. മലപ്പുറം ജില്ലയിൽ 2 സ്ട്രെച്ചാണുള്ളത്. 2 സ്ട്രെച്ച് കൂടി ഏകദേശം 75ഓളം കിലോമീറ്ററാണ് വരുന്നത്. ഈ 2 സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാകും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നത് വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. ജനങ്ങൾക്ക് ഇതേറെ ആശ്വാസകരമാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി 45 മീറ്റർ വീതിയുള്ള റോഡ്. LDF സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതിയാണ്. 5600ഓളം കോടി രൂപ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു.